വിഷലിപ്തമായ അന്തരീക്ഷ മലിനീകരണത്തിനിടയിൽ ഡൽഹിയിലേക്ക് മടങ്ങുക എന്നത് ഗ്യാസ് ചേംബറിൽ പ്രവേശിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രിയങ്ക ഗാന്ധി മുൻപ് പറഞ്ഞത് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. വയനാട്ടിലെ കാലാവസ്ഥയോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഡൽഹിയിലെ കടുത്ത വായു മലിനീകരണത്തിൽ അവർ ആശങ്ക പങ്കുവച്ചത്. എല്ലാ തരത്തിലും വിഷപ്പുക നിറഞ്ഞിരിക്കുന്ന രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ജനജീവിതം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. ദിവസങ്ങളായി വായു മലിനീകരണ സൂചിക അപകടകരമായ നിലയിൽ തുടരുമ്പോഴും നോക്കുകുത്തിയാവുകയാണ് കേന്ദ്ര സർക്കാർ. ഡൽഹിയിലെ ജനങ്ങൾ ജീവവായുവിനായി കേണപേക്ഷിക്കുമ്പോഴും പരസ്പരം പഴി ചാരുന്നതല്ലാതെ ആം ആദ്മിയും മോഡി സർക്കാരും ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നത് നിരാശാജനകം തന്നെയാണ്. സ്കൂളുകൾ അടച്ചിട്ടിരിക്കുന്നു. സർക്കാർ ഓഫീസുകളിലെ പകുതി ജീവനക്കാർക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു. വാഹനങ്ങൾ റോഡിലിറങ്ങുന്നത് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ജീവിതം, തൊഴിൽ എന്നിവയെല്ലാം തന്നെ തടസ്സപ്പെട്ടു. വായു മലിനീകരണത്തിൽ ലോകത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യ തലസ്ഥാനമാണ് ഡൽഹി. വായു ഗുണനിലവാര സൂചിക 450 പിന്നിട്ടതോടെ തലസ്ഥാനത്തെയും പരിസരത്തെയും ജനങ്ങൾ ഗ്യാസ് ചേംബറിൽ അകപ്പെട്ട നിലയിലാണുള്ളത്. സൂചിക 0 മുതൽ 50 വരെയാണ് ശുദ്ധവായു എന്ന് പരിഗണിക്കപ്പെടുക. 51 മുതൽ 100 വരെ തൃപ്തികരവും, 101 മുതൽ 200 വരെ മിത നിലവാരവും, 201നും 300നും ഇടയിൽ വൃത്തിഹീനവുമാണ്. 301 മുതൽ 400 വരെ അതീവ വൃത്തിഹീനവും, 401 മുതൽ 500 വരെ അപകടകരമായ മലിനീകരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്കാരെ മരണത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ 5ാം സ്ഥാനം വായു മലിനീകരണത്തിനാണുള്ളത്. വർഷം തോറും ഏകദേശം 10 ലക്ഷം പേരുടെ മരണത്തിന് കാരണമാകുന്നതോടൊപ്പം ശരാശരി 6.5 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നു. വായു ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ലോകത്ത് മുൻനിരയിലാണ് ദീർഘകാലമായി ന്യൂഡൽഹി. ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്തെ പല നഗരങ്ങളും മലിനീകരണത്തിൽ മുന്നിലാണുള്ളത്. S&P ഗ്ലോബൽ മൊബിലിറ്റി വെബ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട 100 നഗരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ 39 നഗരവും ഇന്ത്യയിലാണുള്ളത്. തൊട്ടുപിന്നിൽ ചൈനയും പാകിസ്ഥാനും. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലെയും വായു ഗുണനിലവാര സൂചിക 350ന് മുകളിലാണ്. ഡൽഹിയിൽ ചൊവ്വാഴ്ചത്തെ സൂചിക 460ന് മുകളിലാണ്. ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി സർവ്വ നിയന്ത്രണവും മറികടന്ന് പടക്കം പൊട്ടിച്ചതോടെയാണ് ഡൽഹിയിലെ മലിനീകരണം വിനാശകരമായ നിലയിലെത്തിയത്. രാജ്യഭരണത്തിന്റെ സിരാ കേന്ദ്രത്തിൽ വായു മലിനീകരണം തടയുന്നതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ തലസ്ഥാനത്തിന്റെ യഥാർത്ഥ അധികാരം കൈയാളുന്ന മോദി സർക്കാർ വർഷങ്ങളായി നിലനിൽക്കുന്ന വായു മലിനീകരണ പ്രശ്നം പരിഹരിക്കാൻ ശാസ്ത്രീയമായ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പാക്കുന്നുമില്ല. പഞ്ചാബിലെ കർഷകർ വിളവെടുപ്പിന് ശേഷം വൈക്കോൽ കത്തിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്ന സ്ഥിരം പല്ലവി ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാരും BJPയും. എന്നാൽ പഞ്ചാബിൽ മാത്രമല്ല, ഹരിയാനയിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ കർഷകർ വിളവെടുപ്പിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ കത്തിക്കുന്നുണ്ട്. വാഹന പെരുപ്പവും അശാസ്ത്രീയ നിർമ്മാണങ്ങളും ഉത്തരേന്ത്യൻ വീടുകളിൽ പാചക ഇന്ധനമായി ഉണക്കിയ ചാണകം ഉപയോഗിക്കുന്നതും വായു മലിനീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വിഷവായുവിൽ 1/5 ചാണകം കത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് വിവിധ പഠനങ്ങളിൽ വ്യക്തമായിരുന്നു. വായു മലിനീകരണത്തിന് പഞ്ചാബിലെ കർഷകരെ മാത്രം പഴിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. വിളവെടുപ്പിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ ശാസ്ത്രീയ രീതിയിൽ സംസ്കരിച്ച് ജൈവവളമാക്കി മാറ്റാനുള്ള വിപുലമായ പദ്ധതികൾ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നാൽ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുക തന്നെ ചെയ്യും. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തി നഗരങ്ങളിലെ വാഹനപ്പെരുപ്പം നിയന്ത്രിക്കാനും ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമാക്കാനും സംസ്ഥാനങ്ങളെ കേന്ദ്രം സഹായിക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെ അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്നതും പ്രധാന കാരണമാണ്. അതോടൊപ്പമാണ് ദീപാവലി പോലുള്ള ആഘോഷവേളകളിൽ പടക്കം പൊട്ടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം. വായുവിന്റെ ഗുണനിലവാരം മോശമാകുന്ന പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ 69% കുടുംബങ്ങളിലും ഒന്നോ അതിലധികമോ അംഗങ്ങൾ തൊണ്ടവേദന, ചുമ, ശ്വാസകോശ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുകയാണ്. വായു മലിനീകരണ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും നഗരഭരണ സംവിധാനവും അടിയന്തരമായി ആവിഷ്കരിക്കണം.
ഡൽഹിയും സമീപ പ്രദേശങ്ങളും കടുത്ത വായു മലിനീകരണത്തിനെതിരെ പൊരുതുമ്പോൾ വായു ഗുണനിലവാര സൂചികയിൽ കേരളം ഏറെ മുന്നിലാണുള്ളത്. മികച്ച ശുദ്ധവായു ലഭിക്കുന്ന രാജ്യത്തെ 8 നഗരങ്ങളുടെ പട്ടികയിൽ തൃശൂരും ഉൾപ്പെടുന്നു. നല്ല വായു ഗുണനിലവാരം എന്ന വിഭാഗത്തിലാണ് തൃശൂർ ഉള്ളത്. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഫലപ്രദമായി നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളത്തിൽ ശുദ്ധവായു ഉറപ്പുവരുത്തുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഫലപ്രദമായി തടയാനും കഴിയുന്നുണ്ട്. ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണവും ശാസ്ത്രീയമായി തന്നെ നടക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇതാണ് വായു ഗുണനിലവാരത്തിൽ കേരളത്തെ മുന്നിലെത്തിക്കുന്നതും. കേരളത്തിന്റെ ഈ മാതൃക രാജ്യത്തിനാകെ പകർത്താവുന്നതുമാണ്. എങ്കിൽ മാത്രമേ ഡൽഹിയിലെ മാലിന്യത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയൂ.